Hello, welcome to Maxion. കുസാറ്റ് കാറ്റ് 2023 MSc മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ലീനിയർ ഓൾജിബ്രയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പോർഷൻ ഓഫ് അല്ലെങ്കിൽ നല്ലൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ടോപ്പിക്കാണ് ലീനിയർ ഓൾജിബ്ര. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കും കൂടെയാണ് ലീനിയർ ഓൾജിബ്ര. നമുക്ക് നല്ല രീതിയിൽ ലീനിയർ ഓൾജിബ്ര തറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ നമുക്ക് ലീനിയർ ഓൾജിബ്രയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A 4/4 ഇൻവേർട്ടിബിൾ റിയൽ മെട്രിക്സ്. എന്ന് പറയുന്നത് 4/4 റിയൽ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറിലി ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ 4/4 ഇൻവേർട്ടിബിൾ റിയൽ മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ട്രൂ അല്ലാതെ, അതായത് നോട്ട് നെസസറിലി ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രൂ ആവണമെന്ന് നിർബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു 4/4, അത് ഏത് റാങ്കിലായിക്കോട്ടെ, നമുക്ക് വരുന്നത് ഒരു 4/4 എന്ന് പറയുമ്പോൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ, അതായത് ഒരു 4/4 ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ മെട്രിക്സിന് ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? അത് എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഒരിക്കലും 0 ആവില്ല അതിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഡിറ്റർമിനന്റ് 0 അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മെയിൻ കൺക്ലൂഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മെയിൻ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമുക്ക് റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു n ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 4. അതായത് ഫുൾ റാങ്ക് ഉണ്ടാവും എന്ന് നമുക്ക് പറയാം അല്ലേ? അതായത് ഡിറ്റർമിനന്റ് 0 അല്ല എന്ന് പറയുമ്പോൾ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആകുമ്പോൾ ഡിറ്റർമിനന്റ് 0 ആയിരിക്കില്ല. അങ്ങനെയുള്ള മെട്രിക്സുകൾക്ക് ഫുൾ റാങ്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് 4/4 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ 4 റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/4 മെട്രിക്സ് ആവുന്ന സമയത്ത് അതിന്റെ റോസും അതുപോലെ തന്നെ കോളംസും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് റോസും കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത്, ദ റോസ് ഓഫ് എ ഫോം എ ബേസിസ് ഓഫ് R4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 4/4 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ആ 4/4 മെട്രിക്സിന് നമുക്ക് വരുന്നുണ്ടാവുക എന്തായിരിക്കും? 4 റോസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഈ 4 റോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലേ? അവിടെ നമുക്ക് ഡയമെൻഷൻ ഓഫ് R4 എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഡയമെൻഷൻ ഓഫ് R4 എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ഇവിടെ വന്നിട്ടുള്ള 4 വെക്ടേഴ്സുകൾ അല്ലെങ്കിൽ 4 റോസ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ വിച്ച് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നമ്മുടെ വെക്ടർ സ്പേസ് R4 അല്ലേ? R4ന്റെ ഡയമെൻഷനോട് ഈക്വൽ ആയിട്ടുള്ള 4 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റോസ് ഫോം എ ബേസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? റോസ് 4 എണ്ണമാണ് ഉള്ളത്. R4ന്റെ ഡയമെൻഷൻ 4 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോസ് ഓഫ് എ ഫോം എ ബേസിസ് ഓഫ് R4 എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഈ റോസുകളൊക്കെ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം റോസ് എന്ത് ഫോം ചെയ്യുന്നുണ്ടാവും? R4ന്റെ ഒരു ബേസിസ് ആയിട്ട് ഫോം ബേസിസ് ഓഫ് R4 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫോൾസ്, അതായത് നോട്ട് ട്രൂ എന്നായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ്, നൾ സ്പേസ് ഓഫ് എ കണ്ടെയ്ൻസ് ഓൺലി ദ വെക്ടർ 0 അല്ലേ? നൾ സ്പേസ് വെക്ടർ 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു മെട്രിക്സ് എ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അത് ഇൻവേർട്ടിബിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 1/1 ആണ്, അതുപോലെ തന്നെ ഓൺ 2 ആണ് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത് അല്ലേ? 1/1 ഓൺ 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AX ഈക്വൽ ടു 0 എന്ന് പറയുന്ന മാപ്പ് ചെയ്യുന്ന എക്സുകളുടെ കളക്ഷനാണ്. ഇപ്പോൾ AX ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ മാപ്പ് ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? നൾ സ്പേസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ AX ഈക്വൽ ടു 0ൽ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും? ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 0 മാത്രമേ നമുക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്യുന്നുള്ളൂ. AX ഈക്വൽ ടു 0 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ
എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. എക്സ് എന്ന് പറയുന്നത് 0 വെക്ടർ മാത്രമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വരുന്നുണ്ടാവും അല്ലേ. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള അതിൻ്റെ ട്രാൻസിഷൻ മെട്രിക്സ് ആയിട്ട് നമുക്ക് എന്തിനെ പറയാൻ പറ്റും, എനെ പറയാൻ പറ്റും. അപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള എ ഇൻവെർട്ടിബിൾ ആയതുകൊണ്ട് തന്നെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ആ ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ 1 ഉം ഓൺ 2 ആയിരിക്കും അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ഉം ഓൺ 2 ആയിരിക്കും. ഒരു 1 ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അതിന്റെ നൾ സ്പേസിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് 0 വെക്ടർ മാത്രമേ നമുക്ക് വരുന്നുണ്ടാവുള്ളൂ. അത് നമ്മൾ മെട്രിക്സിന്റെ കേസിൽ എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആണ് നൾ സ്പേസ് എന്ന് പറയുന്നത്. എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, 0 മാത്രമായിരിക്കും നമുക്ക് നൾ സ്പേസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ഇതായിരിക്കും നമ്മുടെ നൾ സ്പേസ്, 0 വെക്ടർ മാത്രമായിരിക്കും നമ്മുടെ നൾ സ്പേസ് ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ട്രൂ ആണ്. സോ ഓപ്ഷൻ ബിയിൽ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഓപ്ഷൻ എന്താണ്, ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ സി പറയുന്നത് എന്താണ്, ഓപ്ഷൻ സി നമുക്ക് പറയുന്നത് എ ഹാസ് 4 ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു നിർബന്ധമില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട് എ എന്ന് പറയുന്നത് I4 എടുത്താൽ മതി. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് എന്തെടുക്കാം, 1 0 0 0 0 1 0 0 0 0 1 0 ആൻഡ് 0 0 0 1 എന്ന് പറയുന്ന ഈ ഒരു I4 എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതിന്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, 1 1 1 1 ആണ്. എല്ലാ ഏഗൻ വാല്യൂസും ഡിസ്റ്റിങ് അല്ല, സെയിം ഏഗൻ വാല്യൂ ആണ്. പക്ഷേ നമ്മുടെ മെട്രിക്സ് എന്താണ്, നമുക്ക് ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് കിട്ടി. അപ്പോൾ നോട്ട് ട്രൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഓപ്ഷൻ സി ട്രൂ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിന്റെ കറക്റ്റ് ആൻസർ സി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, പക്ഷേ ഓപ്ഷൻ ട്രൂ ആണ് എന്ന് പറയാം. ഇതേ രീതിയിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഇമേജ് ഓഫ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സ് ഈക്വൽ ടു എ എക്സ് അല്ലെങ്കിൽ എക്സ് മാപ്സ് ടു എ എക്സ് എന്ന് പറയുന്നത് R4ന്റെ മാപ്പിംഗ് എന്തായിരിക്കും, R4 തന്നെയായിരിക്കും. കാരണം എന്താണ്, ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും, 1 ഉം ഓൺ 2 ആയിരിക്കും. അപ്പോൾ 1 ഉം ഓൺ 2 ആണെങ്കിൽ ഓൺ 2 ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അതിന്റെ ഇമേജ് R4ന്റെ ഇമേജ് എന്ത് തന്നെയായിരിക്കും, R4 തന്നെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ ഓപ്ഷൻ ഫോൾസ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡിയും ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്തെടുക്കാം. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഒരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണ് എന്നതുകൊണ്ട് അതിന് എല്ലാ ഏഗൻ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് A³ പ്ലസ് എ ഈക്വൽ ടു 0 ആണ്. A³ പ്ലസ് എ 0 ആയിട്ടുള്ള എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൽഫ ബീറ്റ വാല്യൂസുകളുടെ കോമ്പിനേഷൻസ് ഏതാണ് വരിക എന്നാണ് ചോദ്യം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, 0 ആൽഫ ബീറ്റ 0 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ആൽഫ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും, 0 ആൽഫ ബീറ്റ 0 ഇൻറ്റു നമുക്ക് എന്ത് വരുന്നുണ്ടാവും, 0 ആൽഫ ബീറ്റ 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും, നമുക്ക് 0 പ്ലസ് ആൽഫ ബീറ്റ വരുന്നുണ്ടാവും. അടുത്ത് നമുക്ക് 0 എഗെയിൻ നമുക്ക് 0 വരുന്നുണ്ടാവും. വീണ്ടും നമുക്ക് എന്ത് ഉണ്ടാവും, ആൽഫ ബീറ്റ പ്ലസ് 0 ആൽഫ ബീറ്റ എന്ന് വരും. ഇനി നമുക്ക് A³ എടുത്തു കഴിഞ്ഞാൽ A³ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ആൽഫ ബീറ്റ 0 ആൽഫ ബീറ്റ ഇൻറ്റു 0 ആൽഫ ബീറ്റ 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ആൽഫ ബീറ്റ ഇൻറ്റു 0 ആൻഡ് 0 ഇൻറ്റു ബീറ്റ 0. ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. സെക്കൻഡ് എലമെന്റ് നമുക്ക് ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് 0 എന്ന് വരുന്നുണ്ടാവും. തേർഡ് എലമെന്റ് നമുക്ക് 0 പ്ലസ് ആൽഫ ബീറ്റ സ്ക്വയർ എന്ന് വരുന്നുണ്ടാവും. ഫോർത്ത് എലമെന്റ് 0 ആയിരിക്കും. ഇതാണ് A³. പക്ഷേ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, A³ പ്ലസ് എ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. A³ എയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന എന്താണ്, 0 ആണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ A³ നമ്മൾ എടുത്തു. A³ നമുക്കറിയാം എന്താണ് A³ എന്ന് പറയുന്നത്, നമുക്ക് 0 ആൽഫ സ്ക്വയർ ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ സ്ക്വയർ 0 ആണ് നമ്മുടെ A³ അതിലേക്ക് നമ്മൾ എ ആഡ് ചെയ്യുകയാണ്. എ എന്ന് പറഞ്ഞാൽ 0 ആൽഫ ബീറ്റ 0 നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, 0
ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് ആൽഫ, ആൽഫ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ ആൻഡ് 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അത് ഈക്വൽ ടു നമുക്ക് 0 എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് 0 മെട്രിക്സിനോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അത് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ, അതായത് 0 മെട്രിക്സിനോട് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് ആൽഫ എന്താവണം? 0 ആവണം. ആൽഫ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ എന്താവണം? 0 ആവണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരുന്ന സമയത്ത് രണ്ട് ടേമിലും ആൽഫ കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൽഫ ബീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയാം. അതുപോലെ തന്നെ താഴെ നമുക്ക് എടുക്കുമ്പോൾ ബീറ്റ ഇൻറ്റു ആൽഫ ബീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് ആൽഫ ബീറ്റ പ്ലസ് 1 0 ആവണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ആൽഫ ബീറ്റ പ്ലസ് 1 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? ആൽഫ ബീറ്റ ഈക്വൽ ടു -1. അപ്പോൾ ആൽഫ ബീറ്റ ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ക്യൂ പ്ലസ് എ 0 ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ ബീറ്റ ഈക്വൽ ടു -1 എന്നുള്ള കണ്ടീഷനാണ് മെയിനായിട്ട് നമുക്കിവിടെ വരേണ്ടത്. അടുത്തതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വി ബി എ സെറ്റ് ഓഫ് ഓൾ 3/3 റിയൽ മെട്രിസസ് സച്ച് ദാറ്റ് എ ഇസ് എ മെട്രിക്സ് Aij with A11 plus A22 plus A33 equal to 0. Then the dimension of V as a real vector space is. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു 3/3 മെട്രിക്സുകളുടെ കളക്ഷൻ ആണ്. ആ 3/3 മെട്രിക്സിന്റെ കളക്ഷൻ ഇപ്പോൾ A11, A12, A13, A21, A22, A23 ആൻഡ് ഫൈനലി A31, A32, A33 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ആണ് നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ സ്പേസ്. വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സച്ച് മെട്രിക്സസ് ആണ് നമുക്ക് വരുന്നത്. ഈ എൻട്രീസുകളൊക്കെ Aij എന്ന് പറയുന്ന എൻട്രീസുകളൊക്കെ എന്താണ്? റിയൽ എൻട്രീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീഡ് എന്ന് പറയുന്ന മെട്രിക്സുകൾ എടുക്കുമ്പം ഇപ്പോൾ 3/3 മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3/3 മെട്രിക്സുകളുടെ കളക്ഷൻ നമ്മൾ എടുക്കുമ്പം അവിടെ നമുക്ക് വരുന്ന എന്താണ്? നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത് 9 ആണ് വരുന്നുണ്ടാവുക അല്ലേ? 3/3 മെട്രിക്സ് ആണെങ്കിൽ ഒരു mn, അതായത് മെട്രിക്സ് എന്ന് പറയും വി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സ് Aij വിത്ത് m/n മെട്രിക്സുകളാണെങ്കിൽ അവിടെ നമുക്ക് ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത്, വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? mn ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3/3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. പക്ഷെ വിക്ക് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. A11 പ്ലസ് A22 പ്ലസ് A33 ഈക്വൽ ടു 0. നമുക്ക് മെട്രിക്സിൽ ഒരു കണ്ടീഷനൂടെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ടോട്ടൽ നമ്മുടെ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 9 ആണ്. അതിലേക്ക് എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടെയാണ് ഉള്ളത്. അതുകൊണ്ട് 9 - 1 ഈസ് ഈക്വൽ ടു 8 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. 9 - 1 ഈക്വൽ ടു 8 അതാണ് നമ്മുടെ ഡയമെൻഷൻ ഓഫ് വി ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു 8 നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് അതിനൊരു തിയറട്ടിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് A11, A12, A13 അതുപോലെ തന്നെ A21, A22, A23 വീണ്ടും നമുക്ക് വരുന്ന എന്താണ്? A31, A32, A33 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സുകളുടെ കളക്ഷനാണ് നമുക്ക് വരുന്നുണ്ടാവുക. അവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് A11 പ്ലസ് A22 പ്ലസ് A33, അതായത് ബേസിക്കലി ഇവിടെ മീൻ ചെയ്യുന്ന എന്താണ്? ട്രേസ് ഈക്വൽ ടു 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ട്രേസ് ഈക്വൽ ടു 0 ആയിട്ടുള്ള മെട്രിക്സുകളുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ m/n മെട്രിക്സുകളാണെങ്കിൽ ട്രേസ് ഈക്വൽ ടു 0 ആയിട്ടുള്ള m/n മെട്രിക്സുകളാണ്. m/n മെട്രിക്സ് വിത്ത് ട്രേസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ നമുക്ക് വരുന്ന എന്തായിരിക്കും? ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കറസ്പോണ്ടിംഗ്ലി എന്തായിരിക്കും വരുന്നുണ്ടാവുക? mn-1 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ A11 പ്ലസ് A22 പ്ലസ് A33 0 ആയതുകൊണ്ട് A11നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -A22 - A33 എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ A11നെ നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? A22 കൊണ്ടും A33ന്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ A11 എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഉള്ള A22, A33 കൊണ്ട് നമുക്ക് A11നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇവിടെ അൺനോൺ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ വേരിയബിൾ ആയിട്ടുള്ളത് എത്ര എണ്ണമാണ്? 8 എലമെന്റ്സുകളാണ് അല്ലേ? A12, A13, A21, A22 അങ്ങനെ ബാക്കിയുള്ള A11 ഒഴികെ ബാക്കിയുള്ള 8 എലമെന്റ്സുകളാണ് ഫ്രീ വേരിയബിൾസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 9 എലമെന്റ്സുകൾ നമുക്ക് ആവശ്യമില്ല. 8 എലമെന്റ്സുകളാണ് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ, അതിൻ്റെ ബേസിസിനകത്ത് നമുക്ക് വരുന്നുണ്ടാവുക. അതുകൊണ്ട് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.
നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെക്ടർ സ്പേസ് ഡയമെൻഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, മെട്രിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. യൂഷ്വലി നമുക്ക് മെട്രിക്സ് അതുപോലെ തന്നെ മെട്രിക്സും ലീനിയർ ട്രാൻസ്ഫോർമേഷനും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഒരു ലീനിയർ ഓൾജിബ്രയിൽ നിന്നും ചോദിച്ച് കാണാറുള്ളത്. അതുപോലെ തന്നെ ഏഗൻ വാല്യൂ, വെക്ടർ സ്പേസുകളുടെ ഡയമെൻഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്